ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് NCCF, ഐഡെക്സ്, ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ, ഇന്ത്യ AI മിഷൻ, മൈക്രോ RNA. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCCF കുറിച്ചാണ്. അപ്പോൾ ഈ NCCF കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ NCCF എന്ന് പറയുന്നത് ബേസിക്കലി നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്നും പറയും. ഇത് ബേസിക്കലി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇന്ത്യയിലെ കൺസ്യൂമർ കോൺഫെഡറേഷൻ, ഇന്ത്യയിലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഈ NCCF എന്ന് പറയുന്നത്. 1965 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, യൂണിയൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. നിലവിലെ അവസ്ഥയിൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 കീഴിലാണ്, അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ചാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഐഡെക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഐഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9 ഒരു വാർത്തയുണ്ട്. അതായത് ഐഡെക്സിനകത്തുള്ള ഓർഡേഴ്സിനെ കുറിച്ചും അതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാർത്തയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഐഡെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഐഡെക്സ് അഥവാ ഇന്നവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയുന്നത് 2021 നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് സെക്ടറിനകത്ത് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിട്ട് കുറെ ഇനീഷ്യേറ്റീവുകളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട്. അതിലൊന്നാണ് ഐഡെക്സ് എന്ന് പറയുന്നത്. 2021 മെയിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ മെയിൽ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഐഡെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഉണ്ട്. അവര് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയായിട്ട് ഒരു ഡിഫൻസ് ഇന്നവേഷൻ ഓർഗനൈസേഷൻ DIO എന്ന് പറയുന്ന കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയാണ് ഈ ഐഡെക്സിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കീഴിലാണ് ഈ ഐഡെക്സ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ DIO ആണ് ഈ ഐഡെക്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. DIO എന്ന് പറയുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷന്റെ കീഴിലാണ് അത് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഐഡെക്സിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിനകത്ത് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവുകളിൽ ഒരു ഇനീഷ്യേറ്റീവാണ് ഐഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിനകത്ത്, അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങളിൽ ഇന്ത്യക്ക് സെൽഫ് റിലയൻസ് കൈവരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യനെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഡിഫൻസ് സെക്ടറിലും അതുപോലെ തന്നെ എയറോസ്പേസ് സെക്ടറിലും ഈ രണ്ട് കാര്യങ്ങളിലും ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ്, അതായത് MSME സെക്ടർ, MSMEയിലുള്ള ഇൻഡസ്ട്രീസ്, സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സ്, R&D ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അക്കാദമിയ, ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെയൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത നേടാനാണ് ഐഡെക്സിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇനി ഐഡെക്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അപ്പൊ ഈ ഐഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക്, MSMEകൾക്ക്, ഇൻഡിവിജ്വൽസിന്, ഇവർക്കും അതുപോലെ തന്നെ പാർട്ട്ണർ ഇൻക്യുബേറ്റേഴ്സിനും ഒക്കെ ഈ DIO എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ചില ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ COP29, അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 എന്ന് പറയുന്നത് ഇപ്പൊ ഈ വർഷം അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് നടക്കാൻ പോവാണ്. അപ്പൊ അവിടെ നടക്കാൻ പോകുന്ന ഡിസ്കഷനിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷനെ കുറിച്ചാണ്. കാരണം 2015 പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഗോള് സെറ്റ് ചെയ്യലാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ രാജ്യങ്ങളുടെ അഡാപ്റ്റേഷൻ കേപ്പബിലിറ്റി ഒക്കെ ഇതിലൂടെ എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ COP29 അതായത് കഴിഞ്ഞ വർഷം ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന COPക്കകത്ത് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ചില ഒപ്പോസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ US ഒക്കെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്.
ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി 2015 പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റിനകത്ത് അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പാരീസ് എഗ്രിമെന്റിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സോ ബേസിക്കലി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ അഡാപ്റ്റേഷൻ എബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ റെസീലിയൻസ് സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള വൾണറബിലിറ്റി കുറക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ GGA എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ GGAക്കകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് രാജ്യങ്ങൾ അവരുടെ ക്ലൈമറ്റ് റിസ്ക് അസസ്മെന്റ്, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്ലൈമറ്റ് റിസ്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോളിസി തയ്യാറാക്കി അത് ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ 2027 ആകുമ്പോഴേക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ ക്ലൈമറ്റ് റിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എയർലി വാർണിംഗ് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് GGAയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GGA ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കാര്യം, ഈ GGA എന്ന് പറയുന്ന കാര്യം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് 2013 ഈ UNFCCയുടെ COPയിൽ പങ്കെടുത്തിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആഫ്രിക്കൻ ഗ്രൂപ്പ് ഓഫ് നെഗോസിയേറ്റേഴ്സ് എന്ന് പറയും, AGN എന്ന് പറയും. അവരാണിത് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത്. 2015 പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ GGAയെ കുറിച്ച് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി GGA അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് ഈ അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുള്ളത്, അഡാപ്റ്റേഷൻ ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എമിഷൻ റിഡക്ഷൻ പോലുള്ള കാര്യങ്ങളാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്, പരിഹാര മാർഗ്ഗങ്ങളാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പഠിക്കണം. ഓക്കെ, കുറച്ചും കൂടി ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റേഷന്റെ കാര്യത്തിൽ, ഇപ്പോൾ മിറ്റിഗേഷന്റെ കാര്യത്തിൽ ഈ യൂണിഫോംലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഓക്കെ, രാജ്യങ്ങളുടെ എമിഷൻ ഇത്ര റെഡ്യൂസ് ചെയ്യണം, കാർബൺ ന്യൂട്രാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അഡാപ്റ്റേഷന്റെ കേസിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ GGAയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്, ഒരു യൂണിഫൈങ് ഫ്രെയിം വർക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രെയിം വർക്ക് കൊണ്ടുവന്ന് ലോകരാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അഡാപ്റ്റേഷന്റെ കേസിലാണെങ്കിലും രാജ്യങ്ങളുടെ കേപ്പബിലിറ്റീസും രാജ്യങ്ങൾക്കുള്ള എബിലിറ്റിയും ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ യൂണിഫോംലി അപ്ലൈ ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ AI മിഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ നാഷണൽ മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 ഒരു വാർത്ത, ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ ഹാർനസിങ് ദ പവർ ഓഫ് AI എന്ന് പറഞ്ഞിട്ട് അമിതാഭ് കാന്ത് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിനകത്ത് ഈ ഇന്ത്യ AI മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ AI മിഷൻ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ മിഷനാണ് ഇന്ത്യ AI മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇന്ത്യയുടെ AI കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസിന് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് എസ്പെഷ്യലി ഈ പ്രൈവറ്റ് കമ്പനീസിന്റെ AI കമ്പ്യൂട്ടർ കപ്പാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് അവർക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ AI സ്റ്റാർട്ടപ്പുകൾക്ക് സീഡ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ നോൺ പേഴ്സണൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ പറയുന്ന ഇന്ത്യ AI മിഷന്റെ പ്രധാനപ്പെട്ട ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് AI കമ്പ്യൂട്ട് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 10,000 ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അല്ലെങ്കിൽ GPUs വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഫൗണ്ടേഷണൽ മോഡൽസ് ആണ്. അതായത് ഒരു 100 ബില്യൺ പാരാമീറ്റേഴ്സോളം ഈ മേജർ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ഡാറ്റ സെറ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള 100 ബില്യൺ പാരാമീറ്റേഴ്സോളമുള്ള ഡാറ്റ സെറ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള AI മോഡൽസ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ മോഡൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് പറയുന്നത് ക്രിയേഷൻ ഓഫ് AI ക്യൂറേഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ACUs ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 50 ലൈൻ മിനിസ്ട്രീസിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഗവൺമെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റീസ് അതിനൊക്കെയുള്ള ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള AI സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിയേഷൻ ഓഫ് AI ക്രിയേഷൻ യൂണിറ്റ്സിനെ കുറിച്ച് പറയുന്നത്.
അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ AI മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്ത്യ AI ഇന്നൊവേഷൻ റിസർച്ച് സെന്റർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ലാർജ് ഫൗണ്ടേഷണൽ മോഡൽസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്, അതിന്റെ ഡിപ്ലോയ്മെന്റിനൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ AI ഇന്നൊവേഷൻ റിസർച്ച് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ത്യ AI ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഇന്ത്യ AI മിഷന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ അതിന്റെ ഫണ്ടിങ്ങും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് ഇതിന്റെ കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്. അതിൽ 50% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിലൂടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഏകദേശം ഒരു 4500 കോടി രൂപയോളം ഈ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് 2000 crore വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ AI ഇന്നൊവേഷൻ റിസർച്ച് സെന്ററിന് വേണ്ടിയിട്ടും ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മണി ഗവൺമെന്റ് മാറ്റിവെക്കുന്നു പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മൈക്രോ RNA കുറിച്ചാണ്. സോ മൈക്രോ RNA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ മൈക്രോ RNAയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസിനെ അല്ലെങ്കിൽ ഈ മൈക്രോ RNA ഡിസ്കവർ ചെയ്തതിന്റെ പേരിലുള്ള 2 സയന്റിസ്റ്റുകൾക്കാണ് ഇപ്രാവശ്യത്തെ മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മൈക്രോ RNA എന്ന് പറയുന്നത് ബേസിക്കലി വളരെ ചെറിയ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോൺ കോഡിംഗ് RNA മോളിക്യൂൾസ് ആണെന്ന് മനസ്സിലാക്കി. ഏകദേശം 21 തൊട്ട് 23 ന്യൂക്ലിയോടൈഡ്സ് ഉള്ളതാണ്, അല്ലെങ്കിൽ അത്ര ലെങ്ത് ഉള്ളതാണ് ഈ മൈക്രോ RNA എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ RNAയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോൺ കോഡിംഗ് RNA ആണെങ്കിലും ഈ ജീൻ എക്സ്പ്രഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ജീൻ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീന് എത്രത്തോളം പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് എത്രത്തോളം പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതലാണോ കുറവാണോ അതോ നോർമൽ ആണോ എന്നുള്ളതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ RNA മോളിക്യൂൾസ് ബേസിക്കലി ഈ പറയുന്ന സെല്ലുകളെ അവരുടെ പ്രോട്ടീൻ പ്രൊഡക്ഷനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ RNA മോളിക്യൂൾസ് ആണ്. സോ ബേസിക്കലി ജീൻ എക്സ്പ്രഷൻ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് അവരാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിനാണ്. അതേപോലെ തന്നെയാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രോട്ടീനാണ്. ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ജീൻ എക്സ്പ്രഷൻസ് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റോളുള്ള ഒന്നാണ് ഈ മൈക്രോ RNA എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ജീൻ സ്റ്റഡീസിലൊക്കെ ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൈക്രോ RNAs ഫംഗ്ഷൻ ചെയ്യുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്. അതായത് മെസ്സഞ്ചർ RNA, mRNA എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പ് ഓഫ് RNAയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് മൈക്രോ RNA വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.